IRCTCയുടെ പൂർണ്ണ രൂപമെന്ത്? IRCTCയുടെ പൂർണ്ണ രൂപമെന്ത്? ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTC. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ഇന്ത്യയിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനുള്ള ഇന്ത്യയിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ പൂർണ്ണ രൂപമെന്ത്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡിൻ്റെ പൂർണ്ണ രൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ആധുനിക നാടകങ്ങളെപ്പറ്റി ഉയരുന്ന യവനിക എന്ന കൃതി രചിച്ചതാര്? ആധുനിക നാടകങ്ങളെപ്പറ്റി ഉയരുന്ന യവനിക എന്ന കൃതി രചിച്ചത് CJ തോമസ്. ഇന്ത്യയിലെ പരമോന്നത ബഹുമതി ഭാരതരത്നം. പാകിസ്ഥാനിലെ പരമോന്നത ബഹുമതി നിഷാൽ-ഇ-പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ പരമോന്നത ബഹുമതി ഏത്? അഫ്ഗാനിസ്ഥാനിലെ പരമോന്നത ബഹുമതി ഏത്? അമീർ അമാനുല്ല ഖാൻ പുരസ്കാരം. അഫ്ഗാനിസ്ഥാനിലെ പരമോന്നത ബഹുമതി അമീർ അമാനുല്ല ഖാൻ പുരസ്കാരം. ഇന്ത്യയിലെ ഭാരതരത്നം, പാകിസ്ഥാനിലേത് നിഷാൻ-ഇ-പാകിസ്ഥാൻ. അമീർ അമാനുല്ല ഖാൻ പുരസ്കാരത്തിനർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമീർ അമാനുല്ല ഖാൻ പുരസ്കാരത്തിനർഹനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം 2016 അന്തരിച്ച ഒളിമ്പിക് ജേതാവും മുൻ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനുമായ ഒരു ബോക്സിംഗ് താരത്തിൻ്റെ ജീവചരിത്രമാണ്. ആരുടെ? മുഹമ്മദ് അലി. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതാര്? സേതുലക്ഷ്മി ബായി. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതുലക്ഷ്മി ബായി. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ആയിരുന്നല്ലോ. രണ്ടാമത്തെ സംയുക്ത സേനാ മേധാവി ആര്? ജനറൽ M നരവനെ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ, ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ, ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? മണ്ടാരിൻ, ചൈനീസ്. യൂറോപ്യൻ രാജ്യമായ സെർബിയയുടെ തലസ്ഥാനം ബെൽഗ്രേഡ്. ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി താരങ്ങളാണ് PT ഉഷയും ഷൈനി വിൽസണും. ഇവർ എത്ര ഒളിമ്പിക്സിൽ പങ്കെടുത്തു? 4. ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി താരങ്ങൾ PT ഉഷയും ഷൈനി വിൽസണും. ഇവർ 4 ഒളിമ്പിക്സിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ ജനകീയമാക്കാനും ഗുണമേന്മ വർദ്ധിപ്പിക്കാനും UGC മുന്നോട്ട് വെച്ച പദ്ധതിയാണ് സ്വയം. ഇതിൻ്റെ പൂർണ്ണ രൂപമെന്ത്? സ്റ്റഡി വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ബൈ യങ് ആൻഡ് ആസ്പിരന്റ് മൈൻഡ്സ്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. ആരുടെ വരികൾ? കുഞ്ചൻ നമ്പ്യാർ. ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? വിശാഖദത്തൻ. എന്താണ് ഓപ്പറേഷൻ വാത്സല്യ? കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി. ഓപ്പറേഷൻ വാത്സല്യ കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മലപ്പുറം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മലപ്പുറം. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ചന്ദ്രനിൽ നിന്ന് നോക്കുന്ന ആൾ ആകാശം ഏത് നിറത്തിൽ കാണുന്നു? കറുപ്പ്. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾ ആകാശം ഏത് നിറത്തിൽ കാണുന്നു? കറുപ്പ്. കൊല്ലവർഷാരംഭം ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ ഏതു മാസത്തിലാണ്? ആഗസ്റ്റ്. ചരക്കിന് പകരം ചരക്ക് എന്ന പഴയകാല കമ്പോള വ്യവസ്ഥയ്ക്ക് പറയപ്പെട്ടിരുന്ന പേരെന്ത്? ബാർട്ടർ സമ്പ്രദായം. CV രാമൻപിള്ള രചിച്ച സാമൂഹ്യ നോവൽ പ്രേമാമൃതം. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആര്? ഡോക്ടർ S രാധാകൃഷ്ണൻ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. വിംബിൾഡൺ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ടെന്നീസ്. വിംബിൾഡൺ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. 1969 ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ പുറത്തിറങ്ങിയത്. നോവലിസ്റ്റ് ആര്? OV വിജയൻ. ഏതു വർഷമായിരുന്നു മലബാർ ലഹളയും തുടർന്നുള്ള വാഗൺ ട്രാജഡിയും? 1921. മലബാർ ലഹളയും തുടർന്നുള്ള വാഗൺ ട്രാജഡിയും 1921 സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ്. ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് സ്വതന്ത്രമായ വർഷം 1961. അവസാനമായി മാമാങ്കം നടന്നു എന്ന് കരുതപ്പെടുന്ന വർഷം 1755. ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം? ബോംബെ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഏതു ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി ഏതു ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്ക. ഇതുവരെ എത്ര കേരളീയർക്ക് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്? ആർക്കുമില്ല. കൃഷിയും ഗ്രാമവികസനത്തിനും വേണ്ടി 1982 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ബാങ്ക്? നബാർഡ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി 1982 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ബാങ്കാണ് നബാർഡ്. എത്രാമത് ലോകസഭയിലാണ് ആദ്യമായി ഒരു വനിത സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത്? 15-ാം ലോക്സഭ. 2009-14. മീര കുമാർ. ആദ്യമായി സ്പീക്കറായി ഒരു വനിത തെരഞ്ഞെടുക്കപ്പെട്ടത് 15-ാം ലോക്സഭ 2009-14. മീര കുമാർ. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ എത്ര ഭാഷകളുണ്ട്? 22. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂൾ എത്ര ഭാഷകളുണ്ട്? 22. ലോക വനിതാ ദിനമെന്ന്? മാർച്ച് 21. ലോക വനിതാ ദിനം മാർച്ച് 21. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ശ്രീ ശങ്കരാചാര്യരുടെ ജീവിത കാലയളവ് AD 780 to 820. ലോക് നായക് എന്ന പേരിൽ അറിയപ്പെട്ടതാര്? ജയപ്രകാശ് നാരായൺ. കുടുംബശ്രീ മിഷൻ കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമേത്? ഹരിതശ്രീ. വാദ്യാർ കഥകൾ ആരുടെ കഥകൾക്കുള്ള വിശേഷണമാണ്? കാരൂർ നീലകണ്ഠപിള്ള. വാദ്യാർ കഥകൾ ആരുടെ കഥകൾക്കുള്ള വിശേഷണമാണ്? കാരൂർ നീലകണ്ഠപിള്ള. SPCS സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആര്? കാരൂർ നീലകണ്ഠപിള്ള. 1950 രൂപം കൊണ്ട പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനമേത്? നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. പ്ലാനിംഗ് കമ്മീഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷനാര്? പ്രധാനമന്ത്രി. പ്ലാനിംഗ് കമ്മീഷൻ്റെയും നീതി ആയോഗിൻ്റെയും അധ്യക്ഷൻ പ്രധാനമന്ത്രി. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം? ബാംഗ്ലൂരു. ആധുനിക ആവർത്തന പട്ടിക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ? മോസ്ലി. ആധുനിക ആവർത്തന പട്ടിക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ മോസ്ലി. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം? ചിന്നാർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. സായുധ സേന പതാക ദിനമേത്? ഡിസംബർ 7. സായുധ സേന പതാക ദിനം ഡിസംബർ 7. ആശാ മേനോൻ ആരുടെ തൂലികാനാമം? കെ ശ്രീകുമാർ. ആശാ മേനോൻ ആരുടെ തൂലികാനാമം? കെ ശ്രീകുമാർ. അദ്വൈതം ആരുടെ സിദ്ധാന്തമാണ്? ശങ്കരാചാര്യരുടെ. അദ്വൈതം ആരുടെ സിദ്ധാന്തമാണ്? ശങ്കരാചാര്യരുടെ. 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിന് ഒരു നാടകവും സഹായിച്ചുവെന്ന് പൊതുവെ പറയാറുണ്ട്. നാടകമേത്? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. രചന തോപ്പിൽ ബാസി. ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യ മാസം ജനുവരി. ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യ മാസം ജനുവരി. കൊല്ലവർഷ കലണ്ടറിലെ ആദ്യ മാസം ചിങ്ങം. കൊല്ലവർഷ കലണ്ടറിലെ ആദ്യ മാസം ചിങ്ങം. ഹിജ്റ വർഷത്തിലെ ആദ്യ മാസം മുഹറം. ഹിജ്റ വർഷത്തിലെ ആദ്യ മാസം മുഹറം. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം.